അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി വദുർരിയ്യതിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫഇന്ന ഖൈറൽ ഹദീഥി കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാത്തുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. വേദിയിലെ സമാദരണീയരായ ഉസ്താദുമാരെ, സാദാത്തുക്കളെ, ഉമറാക്കളെ, പ്രിയപ്പെട്ട മുതഅല്ലിമുകളെ, സഹോദരന്മാരെ, കാരണവന്മാരെ, അനിയന്മാരെ, അൽഹംദുലില്ലാഹ് ഒരു ഇൽമിൻ്റെ സദസ്സിൽ വളരെ പ്രൗഢമായ ചില പ്രഭാഷണങ്ങളും വിഷയങ്ങളുമൊക്കെ ഉൾക്കൊണ്ടും പഠിച്ചും ഇനി അതിലേറെ സരസമായ മറ്റൊരു വിഷയാവതരണത്തിന് കാത്തിരിക്കുന്നതിൻ്റെ ഒരു ഇടവേള ഈ ജാമിയയുടെ തിരുമുറ്റത്ത് തന്നെയാണ്. 3-4 വർഷങ്ങളിൽ ഒരു സദസ്സിനെ അഭിമുഖീകരിക്കാൻ ചൊല്ലിപ്പിടിച്ച കാലങ്ങൾ ഓർത്തുകൊണ്ട് ഞാൻ ഏറ്റുപറയുകയാണ്. ഇപ്പോഴും ഈ മഹാന്മാരായ പ്രഭാഷകർക്കിടയിൽ വെറുതെ ഒരു ശ്രമം നടത്തുക മാത്രമാണ്. ഒരൊറ്റ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ആദ്യമായി ഞാൻ കൊണ്ടുവരുന്നത്, വളരെ പ്രൗഢമായി നമ്മളിപ്പോൾ കേട്ടു ഇസ്ലാമിൻ്റെ ഖലീഫമാര് അവർ ചെയ്ത ത്യാഗങ്ങള്, ജീവിതത്തിൽ അവർ കാണിച്ച സൂക്ഷ്മതകള്. ചിലപ്പോൾ നമുക്ക് തോന്നും ഒരു ഭരണാധികാരിയായിരുന്നെങ്കിൽ അതിൻ്റെയൊക്കെ ഓരം ചേർന്ന് നടക്കാൻ ഞാനും ശ്രമിക്കുമെന്ന്. പക്ഷേ അതുപോലെയുള്ള ഒരു ഖലീഫയോ അതുപോലെയുള്ള അധികാരങ്ങളോ നമുക്ക് വരില്ല എന്ന ധൈര്യത്തിൽ നമുക്കങ്ങനെ പറയാൻ പറ്റും. പണ്ട് ഹംസ സാഹിബിനെ പോലുള്ളവരൊക്കെ സരസമായി പറയാറുള്ളത് പോലെ, ഏതോ ഒരു പള്ളിയിൽ അച്ഛൻ പ്രാർത്ഥിക്കുന്നതിനിടയിൽ 2 കപ്പലുള്ളവർ ഒരു കപ്പൽ കൊടുക്കണം, അങ്ങനെ കൊടുത്തോളാമേ എന്ന് പറയുമ്പോൾ ശിഷ്യൻ ആമേൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ഓരോന്ന് പറഞ്ഞ കൂട്ടത്തില് അവസാനം 2 പശു ഉള്ളവൻ ഒരു പശു കൊടുത്തോളാമേ എന്ന് പ്രതിജ്ഞ ചെയ്യുമ്പോൾ ഈ ആമേൻ കേൾക്കുന്നില്ല. അപ്പൊ അച്ഛൻ തിരിഞ്ഞു നോക്കി ചോദിച്ചു, എന്താ കാര്യം? അല്ല, 2 പശു എനിക്കുണ്ട്. ഇല്ലാത്ത കപ്പലും ഇല്ലാത്ത വിമാനമൊക്കെ കൊടുക്കാൻ നമുക്ക് പ്രതിജ്ഞ ചെയ്യാൻ പറ്റും, പക്ഷേ ഉള്ളതിലേക്ക് എത്തുമ്പോൾ പ്രശ്ന. നമുക്ക് ഖലീഫയാവാൻ പറ്റില്ല. പക്ഷെ ഇവിടെയുള്ള ഞാൻ നിങ്ങളോട് സംസാരിക്കേണ്ട വിഷയം നമുക്കാവാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവിടെ നമുക്കൊരു പ്രതിജ്ഞ, അവിടെ നമുക്കൊരു തീരുമാനം റബ്ബിന്റെ മുമ്പിൽ എടുത്തു നോക്കാം. ഖലീഫയായാൽ, ഇമാമുൻ ആദിലായാൽ വലിയ പുണ്യമുണ്ട്, അർശിന്റെ തണലുണ്ട്. പക്ഷെ ഇവിടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊന്നും ഒരാൾക്കും ഒഴിവ് കഴിവില്ലാതെ മുസ്ലിം ഉമ്മത്തിനെ 3ആയി വിഭജിക്കുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലിൽഫുഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വഅംവാലിഹിം യബ്തഗൂന ഫളൻ മിനല്ലാഹി വറിദ്വാന വയൻസുറൂന അല്ലാഹ വറസൂലഹു ഉലൈക ഹുമുസ് സാദിഖൂൻ. والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. സൂറത്തുൽ ഹശ്റിൽ നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന മനോഹരമായി ആയത്തുകളിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്ന 3 വിഭാഗത്തെയാ. ഒന്ന് ലിൽ ഫുഖറാഇൽ മുഹാജിരീൻ, മുഹാജിറുകളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന മുഹാജിരീങ്ങൾ. അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വഅംവാലിഹിം, അവരുടെ ഭവനങ്ങളും മുതലുകളും ഒക്കെ നഷ്ടപ്പെട്ടു, ദീനിനു വേണ്ടി എല്ലാം ത്യജിച്ചു മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ വന്നു മുഹാജിരീങ്ങൾ. അവർ അല്ലാഹുവിന്റെ ഫളലും റിദ്വാനും തേടി വന്നവരാ, അല്ലാഹുവിനെയും റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിക്കുന്നവരാ. ഉലൈക ഹുമുസ് സാദിഖൂൻ, ആത്മാർത്ഥതയും സത്യസന്ധതയുടെയും നിറകുടങ്ങളാണവർ. സത്യസന്ധത എന്നത്, ആത്മാർത്ഥത എന്നത് അവരെ നോക്കിയാ പഠിക്കേണ്ടത്. അവർ തന്നെയാണ് സത്യസന്ധർ.
എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല മറ്റൊരു വിഭാഗത്തെ പരിചയപ്പെടുത്തുന്നത് വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം, ഇവർ വരുന്നതിന് മുമ്പേ ഹിജ്റയുടെ മുമ്പ് തന്നെയും ഈമാനും വീടും ഒരുക്കി വെച്ചവർ, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, തങ്ങളിലേക്ക് ഹിജ്റ വന്നവരെ സ്നേഹിക്കുന്നവർ, വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു, അവർക്ക് നൽകപ്പെട്ട മുഹാജിറുകൾക്ക് നൽകപ്പെട്ട ഫദ്ലുകളും മുഹാജിറുകൾക്ക് നൽകപ്പെട്ട ധനങ്ങളും അത് എത്ര തന്നെയാണെങ്കിലും അതിലൊന്നും യാതൊരുവിധ പ്രയാസവും മനസ്സിലില്ലാതെ തങ്ങളുടെ സഹോദരങ്ങളായ മുഹാജിറുകൾക്ക് കൂടുതൽ ഉണ്ടാകണം എന്നൊരു ചിന്ത മാത്രമുള്ളവർ, തങ്ങൾക്ക് തന്നെ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോഴും അത്യാവശ്യങ്ങൾ അവനവനുണ്ടാകുമ്പോഴും തന്നേക്കാൾ മറ്റുള്ളവർക്കുണ്ടാവണം, മറ്റുള്ളവർക്ക് കൂടുതൽ സൗകര്യമുണ്ടാവണമെന്ന് അവരെ തെരഞ്ഞെടുക്കുന്നവർ. അല്ലാഹു തആല അൻസാരികളെ പറ്റി പറഞ്ഞു, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. നമുക്ക് പക്ഷേ ഈ രണ്ട് വിഭാഗത്തിൽ പെടാൻ കഴിയില്ലല്ലോ. മുഹാജിറാവാൻ കഴിയുമോ, അൻസാരി ആവാൻ കഴിയുമോ? ഇതൊക്കെ ദാലിക ഫദ്ലുല്ലാഹി യുഅ്തിഹി മൻ യശാ. നമുക്കിന്ന് മുഹാജിറാവണമെന്ന് കരുതിയാൽ ലാ ഹിജ്റത ബഅദൽ ഫത്ഹ്, ആ ഹിജ്റ ഇനിയില്ല. ഷൗക്കാനിയോട് എന്താ ബുഖാരിക്കൊരു പലതിനും പിന്നെ അദ്ദേഹം തഫ്സീർ എഴുതിയപ്പോ അല്ലെങ്കിൽ ഷർഹ് എഴുതിയപ്പോ ബുഖാരിക്കൊരു ഷർഹ് എഴുതിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞു ഇതായിരുന്നു, ലാ ഹിജ്റത ബഅദൽ ഫത്ഹ്. ഞാൻ ആനുഷംഗികമായി പറഞ്ഞാണ്, ഫത്ഹുൽ ബാരിക്ക് ശേഷം ആ വഴിക്ക് ഇനി ആരും പോവണ്ട. മക്കയിൽ നിന്നുള്ള ഹിജ്റ, ആ ഹിജ്റ ഇനി ആർക്കും സാധ്യമല്ല, അതവിടെ അവസാനിച്ച അധ്യായമാണ്. അൻസ്വാരിയാവാനും നമുക്ക് സാധ്യമല്ല. പക്ഷേ അവിടെയും നമുക്ക് സാധ്യമായ ഒരു കാര്യം അല്ലാഹു പറയുന്നു, വല്ലദീന ജാഉ മിൻ ബഅദിഹിം, മുഹാജിറുകൾ അൻസ്വാരികൾക്ക് ശേഷം ഖിയാമത്ത് നാൾ വരെ വരുന്ന ആളുകൾ. ഇത് തന്നെയാണ് സൂറത്തുൽ ഹശ്റിൽ ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ സൂറത്തു തൗബയുടെ 100-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പ്രസിദ്ധമായ ആയത്തിൽ പറയുന്നു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദൂ അൻ വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദ ദാലികൽ ഫൗസുൽ അദീം. വിജയം വേണോ? ഏറ്റവും മഹത്തായ വിജയം മുഹാജിറുകളും അൻസാരികളുമായ സാബിഖീങ്ങൾ. അത് നമുക്ക് സാധ്യമല്ലെങ്കിൽ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നല്ല രീതിയിൽ അവരോട് പിൻപറ്റിയ ആളുകൾ. റളിയല്ലാഹു അൻഹും വറദൂ അൻ, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടു, അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടു. അത് ലഭിക്കാൻ സൂറത്തുൽ ഹശ്റിൽ അല്ലാഹു തആല പറയുകയാണ്, മുഹാജിർ അൻസാരികൾക്ക് ശേഷം വന്നവർ വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, പടച്ചവനെ ഞങ്ങൾക്ക് പുറത്തു തരണം. അതാദ്യമായി പറയണം. ഒരു ദുആയുടെ ഉത്തരത്തിന്റെ മഹാനായ റൂഹുൽ ബയാനിലൊക്കെ അത് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആദ്യം തന്നെ അവനവന്റെ കാര്യം പറയുന്നത്? അവനവന്റെ ഇസ്തിഗ്ഫാർ നമുക്ക് പുറത്തു കിട്ടുമ്പോഴാണ് നമ്മുടെ ദുആ ഉത്തരമുള്ളതാവുന്നത്. അതുകൊണ്ട് റബ്ബന ഇഗ്ഫിർ ലനാ എന്നാദ്യം പറഞ്ഞിട്ട് വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഇന്നോളം കഴിഞ്ഞുപോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും, മുഹാജിർ അൻസാരികൾ അടക്കമുള്ള ലോകത്ത് നമ്മുടെ മുമ്പ് കഴിഞ്ഞുപോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ അത് നമുക്ക് സാധിക്കുന്നതല്ലേ. ഖലീഫയാവാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഖുലഫാഉർ റാഷിദാവാൻ പറ്റിയില്ലെങ്കിൽ, മുഹാജിറാവാൻ പറ്റിയില്ലെങ്കിൽ, അൻസ്വാരിയാവാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ഉദ്റാണ് ഈ ഒരു വിഭാഗത്തിൽ പെടാതിരിക്കാൻ നമുക്കുള്ളത്? വല്ലദീന ജാഉ മിൻ ബഅദിഹിം, നമ്മൾ അവർക്കു ശേഷമല്ലേ വന്നത്? അവർക്കു ശേഷമല്ലേ റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്? അവരുടെ സ്വഭാവം എന്തായിരിക്കണം? റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനു, പടച്ചവനെ ഒരു മുഅ്മിനോടും മനസ്സിലൊരു പകയോ ഈർഷ്യയോ നീ എനിക്കുണ്ടാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു വിഭാഗത്തിൽ പെടാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുവിന്റെ റഹ്മത്തും റഅഫത്തും അതാണ്, മനസ്സിന്റെ വിശാലതയാണ്. ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സാഹോദര്യത്തിന്റെ അധ്യായങ്ങളാണ് മുഹാജിറുകളും അൻസാരികളും അന്ന് രചിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആ ഒരു സാഹചര്യം മനസ്സിൽ കാണണം. ആദ്യമായി ഒരു പള്ളി ഉണ്ടാക്കുന്നു. ഖിലാഫത്തിനെ പറ്റി മനോഹരമായി ഇവിടെ സലാഹുദ്ദീൻ ഫൈസി പറയുകയുണ്ടായി. എങ്ങനെയൊക്കെയാണ് ഇത് രൂപപ്പെട്ടു വന്നതും എങ്ങനെയൊക്കെയാണ് അത് വിപുലപ്പെടുത്തപ്പെട്ടതും. പക്ഷെ അവിടെ തുടങ്ങുന്നത് ഒന്നാമത് മദീനയിൽ വരുമ്പോ ഖിലാഫത്തിന്റെ ആദ്യാക്ഷരങ്ങളായി, ആദ്യ പാദകങ്ങളായി വരുന്നത്, പാദുകങ്ങളായി അടിത്തറയിടപ്പെടുന്നത് പള്ളിയാല മസ്ജിദുൻ നുസ്സിസ അല തഖ്വ, മസ്ജിദ് ഖുബാ ആണ്, പിന്നെ മസ്ജിദുൻ നബവിയാണ്.
അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ റബീഉൽ അവ്വലാണെങ്കിൽ അതേ വർഷം റമദാനിൽ ചെയ്ത ഏറ്റവും വലിയ പ്രവൃത്തിയാണ് ആഖാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനൽ മുഹാജിരീന വൽ അൻസാർ. ഇത് നമ്മൾ ഒരുപാട് കേട്ടതായിരിക്കും, പക്ഷേ അതൊരു കേവലമായ ചരിത്രമല്ല. അതിന്റെ ഒരു തലം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമുക്കത് സ്വീകരിക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന പാഠങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹാജിറുകളുടെയും അൻസാരികൾക്കും ഇടയിൽ ഒരു സാഹോദര്യം. എന്തിനാണ് ഈ സാഹോദര്യം? നേരത്തെ തന്നെ ഖുർആൻ പറഞ്ഞിട്ടില്ലേ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങളൊക്കെ സഹോദരങ്ങളല്ലേ. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാ ലാ യദ്ലിമുഹു വലാ യുസ്ലിമുഹു വലാ യഖ്ദുലുഹു. ആക്രമിക്കാനോ അക്രമത്തിന് ഏൽപ്പിച്ചു കൊടുക്കാനോ നിന്ദിക്കാനോ ഒന്നും പാടില്ല. മുസ്ലിങ്ങൾ പരസ്പര സഹോദരങ്ങളാണ്, അങ്ങനെയായിരിക്കണം. കൂനു ഇബാദല്ലാഹി ഇഖ്വാന, ഇങ്ങനെയൊക്കെ പഠിപ്പിക്കപ്പെട്ട ഒരു മതത്തിൽ ഇതൊക്കെ പൊതുവായി ഒരു സാഹോദര്യമാണെങ്കിൽ, സാഹോദര്യം എന്ന് പറയുമ്പോൾ അത് സഹ ഉദരതയാണ്. ഒരു ഉദരത്തിൽ പിറക്കുന്ന സഹോദരൻ എന്ന് പറഞ്ഞാൽ ഒരേ ഉദരം പങ്കിട്ടവൻ. ഒരു ഉമ്മായുടെ ഉദരത്തിൽ പിറന്ന രണ്ടു മക്കളാകുമ്പോഴോ സഹോദരങ്ങൾ എന്ന് ഭാഷാർത്ഥത്തിൽ അത് ശരിയാവുന്നത്. പക്ഷെ ലോക ചരിത്രത്തിൽ അങ്ങനെയല്ലാത്ത ഒരു സാഹോദര്യം, ഈ രക്തബന്ധങ്ങളുടെ സാഹോദര്യങ്ങളുടെ അപ്പുറത്തേക്ക് ചരിത്രത്തെ തിരുത്തി എഴുതുന്നതാണ് നമ്മൾ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹാജിറുകൾ അൻസാറുകൾക്കിടയിൽ സാഹോദര്യം ഉണ്ടാക്കുമ്പോ പ്രബലമായ റിവായത്തുകൾ അനുസരിച്ച് 90 ആളുകൾക്കിടയിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വെച്ച് ഹിജ്റയുടെ 4 മാസം പിന്നിടുമ്പോൾ 1-ാം വർഷം റമദാനിൽ വെച്ച് ഈ മഹത്തായ പ്രക്രിയ. കാരണം അവർ വരുമ്പോ ഏതൊരവസ്ഥയിലാണ് അവരുണ്ടായിരുന്നത്. മദീനയിലായിരിക്കും സമ്പന്നരായ ആളുകൾ വന്നിട്ടുണ്ട്, പാവപ്പെട്ടവരും വന്നിട്ടുണ്ട്. പക്ഷെ മദീന എത്തുമ്പോൾ എല്ലാ മുഹാജിറുകളും പാവങ്ങളാണ്. കാരണം അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മറ്റൊരു നാട്ടിലേക്ക് വരുമ്പോ ഇപ്പൊ നമുക്ക് മദീനയിലേക്ക് പോവുക എന്ന് പറഞ്ഞ അത് ദിവസങ്ങൾ പോലും എടുക്കാത്ത ഒരു യാത്രയാ. പക്ഷെ ഇതങ്ങനെയായിരുന്നില്ലല്ലോ. ഒരുപാട് ദിവസങ്ങൾ ഒട്ടകപ്പുറത്തും നടന്നും കഷ്ടപ്പെട്ടും ഒന്നുമില്ലാതെ അവസാനം അവിടെ ചെന്നവരൊക്കെ രോഗം ബാധിതരാവുകയാ. നമുക്കറിയാം, ആയിഷ ബീവി പോലും പറയുകയാണ് റളിയല്ലാഹു അൻഹ, ഞാൻ ഉപ്പായുടെ അടുത്ത് അബൂബക്കർ സിദ്ദീഖിന്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോ കനത്ത പനി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച 2 പേരാ. ഒന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു, ഒരുപാട് പേരെ മോചിപ്പിച്ച കൂട്ടത്തില് അവരുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു ആമിർ ഇബ്നു ഫഹീറ. അവർ 2 പേരും പനി കൊണ്ട് തുള്ളുകയാ. പിതാവിന്റെ അടുത്ത് വന്ന ആയിഷ ബീവി ചോദിച്ചു, കൈഫ അസ്ബഹത യാ അബി, നേരം പുലർന്ന് എങ്ങനെയുണ്ട്? അദ്ദേഹം പറഞ്ഞു, കുല്ലും ബിഇം മുസബ്ബിഹുൻ ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅലിഹി. ഒക്കെ കവിതയിലാ മറുപടികൾ. എങ്ങനെയുണ്ട് ഉപ്പാന്ന് ചോദിക്കുമ്പോ, സുഖമോളെ, പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു കാച്ചില് എന്നൊന്നുമല്ല പറഞ്ഞത്. ഓരോ മനുഷ്യനും നേരം പുലരുമ്പോ മരണം തന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തു നിൽക്കുന്നു എന്ന കവിതയാ മറുപടിയായി പറഞ്ഞത്. ബിലാൽ റളിയല്ലാഹു അടുക്കൽ ചെന്ന് കൈഫ അസ്ബഹത യാ ബിലാൽ, ആയിഷ ബീവി പറയാണ്, ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പ് ആയതുകൊണ്ട് അന്ന് ഞങ്ങൾ കാണാറുണ്ടായിരുന്നു. അവിടെ പോലും പറയാം മൗലയായിട്ട് കൂടി. ബിലാൽ റളിയല്ലാഹു തആല അൻഹു കവിത തന്നെയാ ചൊല്ലുന്നത്. അദ്ദേഹം വീട്ടിന്റെ പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെയൊക്കെ പനി വല്ല കൂടുമ്പോ കവിത ചൊല്ലുമായിരുന്നു അത്രേ. അലാ ലൈത ശൈരി ഹൽ ബീതന്ന ലൈലതൻ ബിവാദിൻ വഹൗലി ഇദ്ഖിറും വജലീലു വഹല്ലാരിദൻ യൗമൻ മിയാഹ മജന്നത്തിൻ വഹൽ യബ്ദു വല്ലി ഷാമത്തും വതഫീലു. മക്കായിലെ കുന്നുകളും അവിടുത്തെ സസ്യങ്ങളും ഒക്കെ ഓർത്ത്, ഇട്ടേച്ചു പോന്ന ഭൂമിയുടെ മനോഹാരിതകൾ ഓർത്ത് വലിയൊരു ഗൃഹാതുരത്വം. ഈ ജാമ്യയുടെ മുറ്റത്ത് നമുക്കിരിക്കുമ്പോൾ ഒരു ജാമ്യാതുരത്വം വരുന്നില്ലേ? നമുക്ക് പിന്നെയും പിന്നെയും തിരിച്ചു വരാൻ അവസരമുണ്ടായിട്ട് പോലും ഒരു ജാമ്യാതുരത്വമുണ്ട് ഇവിടെ. വിട്ടുപോയ ജാമ്യ മനസ്സിൽ നിന്ന് പിന്നെയും പിന്നെയും ജാമ്യയിലേക്ക് വരാനുള്ള ഒരു മോഹം. പക്ഷെ ഇതങ്ങനെയല്ല, ഒരിക്കലും തിരിച്ചു പോകാൻ അവസരമുള്ള യാത്രയായല്ല അവരത് കാണുന്നത്. നാടും വീടും സമ്പത്തും ഒക്കെ ഉപേക്ഷിച്ചു പോന്നപ്പോ ഈ കഷ്ടപ്പാടുകളിൽ നിന്ന് ആ ഓർമ്മകൾ ചികഞ്ഞെടുത്ത് അവർ കവിത ചൊല്ലുക. ആമിർ ഇബ്നു ഫഹീറയും ചൊല്ലിയത് കവിത തന്നെയായിരുന്നു. മരണത്തെ പറ്റിയുള്ള കവിത തന്നെയാണ് അദ്ദേഹം ചൊല്ലിയത്. ചുരുക്കി പറഞ്ഞ എല്ലാവരും കവിത ചൊല്ലിയപ്പോൾ ആയിഷ ബീവി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പോയി പറഞ്ഞു, കാര്യമൊക്കെ വലിയ അവതാളത്തിലാ, എല്ലാവരും പിച്ചുമ്പയും പറയാന്നാ തോന്നുന്നു, പനി പിടിച്ചിട്ട് തങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ആർക്കും ഒരു അന്തം കിട്ടുന്നില്ല, ചോദിക്കുന്നതിനൊക്കെ പാട്ടാ മറുപടി.
പിച്ചുമ്പേയുമാണ് അവർ പറയുന്നത് എന്ന് ആയിഷ ബീവി പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ദുആ ചെയ്തത്, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന, പടച്ചവനെ ഞങ്ങൾക്ക് നീ മദീന ഇഷ്ടമാക്കി തരണം, മക്ക ഇഷ്ടമാക്കി തന്നതുപോലെ, ഔ അശദ്ദ, അല്ലെങ്കിൽ അതിലേറെ. മക്ക ഞങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ടതായിരുന്നുവോ അതിലേറെ ഞങ്ങൾക്ക് മദീന ഇഷ്ടമാക്കി തരണം, ഇവിടുന്ന് ഈ പനി ജുഹ്ഫയിലേക്ക് മാറ്റിത്തരണം എന്ന് പ്രാർത്ഥിച്ചപ്പോ പിന്നെ അവർക്ക് മദീനയായിരുന്നു ജീവിതത്തിന്റെ താളം. പിന്നെ അവരുടെ മനസ്സിൽ മദീന മാത്രമായിരുന്നു. അതേ ബിലാൽ റളിയല്ലാഹു തആല തന്നെയല്ലേ അള്ളാഹുവിന്റെ റസൂലുള്ള കാലത്തോളം ആ മദീന വിട്ട് എങ്ങോട്ടും പോയില്ല. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഹജ്ജിന് വേണ്ടിയല്ലാതെ മദീന വിട്ട് എങ്ങോട്ടും പോയിരുന്നില്ല. മദീന മാത്രമായിരുന്നു മുഅ്മിനീങ്ങളുടെ പിൽക്കാലത്ത് അന്ന് മുതൽ ഇന്നോളമുള്ള മുഅ്മിനീങ്ങളുടെ മനസ്സിന്റെ വസന്തം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയാണ്. ഇങ്ങനെ വീടും നാടും നഷ്ടപ്പെട്ടവർ, ഒരുപാട് വ്യഥകൾ, ആ വ്യഥകൾക്കിടയിൽ നിന്നാണ് അതിനൊരു പരിഹാരം വേണ്ടേ. നേതാവും പ്രവാചകനുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതിന്റെ പരിഹാരമാണ് നിർദ്ദേശിച്ചത്. ചെയ്തത് നിർദ്ദേശിക്കുകയല്ല, പ്രവർത്തിച്ചു കാണിച്ചു കൊടുത്തത്. ഓരോരുത്തരെ വിളിച്ചു, കൈപിടിപ്പിച്ചു. ആഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളാക്കുകയാ. ആക്കി കഴിഞ്ഞപ്പോ ചരിത്രത്തിൽ കണ്ട ഒരുപാട് വലിയ അത്ഭുതങ്ങളാ പിന്നെ നമ്മൾ കാണുന്നത്. എത്രയോ മഹാന്മാരായ, ഞാൻ പറഞ്ഞില്ലേ, 90 ആളുകളെ, 45 അൻസ്വാരികളെയും 45 മുഹാജിറുകളെയുമാണ് പ്രബലമായ അഭിപ്രായം. മറ്റൊരു അഭിപ്രായം അനുസരിച്ച് 150 മുഹാജിറുകളും 150 അൻസ്വാരികളും ഉണ്ട് എന്നൊരു അഭിപ്രായം. അല്ല, 150 മുഹാജിറുകളെ 50 അൻസ്വാരികൾക്ക്, ഒരിക്കൽക്ക് ഒന്നിലധികം സഹോദരങ്ങൾ, അങ്ങനെയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പ്രസിദ്ധമായ അഭിപ്രായം അനുസരിച്ച് 90 ആളുകളെയാണ് ആ വേദിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്പരം സഹോദരങ്ങളാക്കിയത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ, അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, എല്ലാവർക്കും ഓരോരുത്തർക്കും വെവ്വേറെ ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനു മുമ്പേ മുഹാജിറുകൾ തമ്മിലും ഇങ്ങനെ ഒരു സാഹോദര്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ചില റിവായത്തുകളിലുണ്ട്. പക്ഷേ ഇബ്നു കസീറിനെ പോലുള്ളവർ അതത്ര ആധികാരികമല്ല എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ അഭിപ്രായം അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ഈ രണ്ടാളുകളും സഹോദരങ്ങളാകണം, മുഹാജിറുകൾക്ക് മാനസികമായ ഒരു ഉന്മേഷം ഉണ്ടാക്കാനാണ്. ഒറ്റപ്പെട്ടിട്ടില്ല, നിങ്ങൾ നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ബന്ധുക്കളും മക്കത്താണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ പുതിയ കുടുംബങ്ങൾ ഉണ്ടാവുന്നു എന്നറിയാൻ വേണ്ടി അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചിട്ട് ഹാദാ അഖി, മുഹാജിർ തന്നെ അലി റളിയല്ലാഹു അൻഹു കൈ പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതെന്റെ സഹോദരനാണ് എന്ന് പ്രഖ്യാപിച്ചതായും കാണാം. അതവിടെ ഇരിക്കട്ടെ. എന്തായാലും അൻസ്വാരികൾക്കും മുഹാജിറുകൾക്കും ഇടയിലുള്ള സാഹോദര്യമാണ് നമ്മുടെ വിഷയം. ആ സാഹോദര്യത്തിലെ അത്ഭുതകരമായ ഏടുകളാണ് പിന്നെ മുസ്ലിം ലോകം കാണുന്നത്, സ്വഹാബത്ത് കാണുന്നത്. കാരണം മുഹാജിറുകളും അൻസ്വാരികളും തമ്മിൽ സഹോദരങ്ങളാകുമ്പോൾ ഇത് കേവലമായ ഒരു സാഹോദര്യമായിരുന്നില്ല, അല്ലയോ സഹോദര എന്ന് അഭിസംബോധന ചെയ്യാനുള്ള ഒരു സാഹോദര്യമായിരുന്നില്ല. മറിച്ച് കിട്ടിയവരെ സന്തോഷത്തോടെ, സയ്യിദ് ഖുത്ബ് അദ്ദേഹത്തിന്റെ ദിലാലിൽ പറയുന്നുണ്ട്, അന്ന് നെറുക്കെടുത്തിട്ടാണ് കൊണ്ടുപോയത്. നമ്മൾ മുത്താലികളെയൊക്കെ ചെലവിന് കൊടുക്കുമ്പോൾ വീടുകളിലേക്ക് അയക്കുന്ന ഒരു കാലമുണ്ടായിരുന്നല്ലോ. അപ്പോ ആളുകൾ വന്ന് ക്യൂ നിന്നിട്ട് നെറുക്കെടുക്കേണ്ടി വരുന്നത് പോലെ അൻസാരികൾക്ക് മുഹാജിറുകൾ കിട്ടാനില്ലാഞ്ഞിട്ട് നെറുക്കെടുത്ത് കൊടുക്കേണ്ടി വന്നു. അത്രയധികം അൻസാരികൾ തയ്യാറായി നിൽക്കുകയാ സഹോദരനാവാൻ. എന്താണ് ഈ സഹോദരനായാൽ? ഉള്ള മുതൽ പകുത്തു നൽകുകയാ. ഇന്നോളം തനിക്കറിയാത്ത, തനിക്കിന്റെ ബന്ധമില്ലാത്ത ഒരാൾ കഴിഞ്ഞ 3-4 മാസങ്ങൾക്ക് മുമ്പ് മാത്രം തന്റെ നാട്ടിൽ വന്ന് ജീവിച്ച പരദേശിയായ ഒരാൾക്ക് താൻ ഇന്നോളം ജീവിതത്തിൽ സമ്പാദിച്ച സമ്പാദ്യങ്ങളുടെ പകുതിയും കൊടുക്കുന്ന, വീട് പകുത്തു നൽകുന്നു, മുതൽ പകുത്തു നൽകുന്നു, അനന്തരാവകാശം പോലും അവർക്ക് കൽപ്പിക്കപ്പെടുന്നു. ഇതാണ് സാഹോദര്യം. അനന്തരാവകാശമായിരുന്നു ഇതിൽ ആദ്യത്തെ ഈ മുആഹാത്തിൽ ഉണ്ടായിരുന്നത്. അനന്തരാവകാശം പോലും ഈ സഹോദരനുണ്ടായിരുന്നു. അങ്ങനെയാ ഏറ്റെടുക്കുന്നത്. നിങ്ങൾക്ക് ചെലവ് തരാന്നല്ല, വീട്ടിൽ അന്തി ഉറങ്ങാനുള്ള ഒരു സമ്മതം തരാമെന്നല്ല. പിന്നെ അത് അവരുടെ വീടാ, പിന്നെ അത് അവരുടെ മുതലാ. ഞാൻ നീട്ടി പറയുന്നില്ല, നമുക്കൊക്കെ അറിയാവുന്ന സംഭവമല്ലേ. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന് സഹോദരനായി ലഭിച്ചത് സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയായിരുന്നു, എന്ന അൻസാരിയായിരുന്നു. സഅദ് ഇബ്നു റബീഅ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞത്, പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ, ഞാൻ അൻസാരികളിൽ ഏറ്റവും ധനികനായ മനുഷ്യനാണ്, ഇഷ്ടം പോലെ സമ്പത്തുള്ള ആളാ. അതുകൊണ്ട് എന്റെ മുതലിന്റെ പകുതിയും നിങ്ങൾക്കാണ്. എനിക്ക് 2 ഭാര്യമാരുണ്ട്. നിങ്ങൾ നോക്കുക, നിങ്ങൾ എന്റെ സഹോദരനല്ലേ, അവരെ 2 പേരെയും നോക്കിയിട്ട് ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടമാരെയാ ഞാൻ ത്വലാഖ് ചെല്ലാം, നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം. ലോക ചരിത്രത്തിലുണ്ടോ ഇങ്ങനെയൊരു സാഹോദര്യത്തിന്റെ കഥ? വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അവനവൻ ആവശ്യമുണ്ടാകുമ്പോൾ തന്നെ
മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ ഏറ്റവും പരിഗണിക്കുന്ന ഈ ഒരു ബന്ധം. ഖുർആൻ ഇത് മാത്രമല്ല പറഞ്ഞത്. ഖുർആൻ മറ്റുള്ളവർക്ക് ദാനം നൽകുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. സൂറത്തുൽ ഇൻസാനിൽ വയുത്ഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. തനിക്ക് തന്നെ ഭക്ഷണത്തോട് താല്പര്യമുണ്ടാകുമ്പോഴും അത് മറ്റുള്ളവർക്ക് നൽകുന്നവരെ പ്രശംസിച്ച്, അബ്റാറിനെ പ്രശംസിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ പറഞ്ഞിട്ടുണ്ട് വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ. മുതലിനോട് താല്പര്യമുണ്ടാകുമ്പോൾ റൂഹുൽ ബയാനിലെ തഫ്സീറിൽ പറയുന്നുണ്ട്. അതൊന്നും പക്ഷെ ഇതിനോടും എത്തുന്നില്ല. കാരണം അവിടെ മുതലിനോട് താല്പര്യമുണ്ട് എന്നേ ഉള്ളൂ, തനിക്ക് അത്യാവശ്യമൊന്നുമില്ല. ആ ഭക്ഷണം കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് തോന്നുമ്പോൾ ആ ഭക്ഷണം മറ്റൊരാൾക്ക് കൊടുക്കുന്നു. ഇതങ്ങനെയല്ല. അവനവന് തന്നെ ഇഷ്ടം പോലെ ആവശ്യമുണ്ടാകുമ്പോൾ വലൗകാന ബിഹിം ഖസാസ, മറ്റുള്ളവർക്ക് തന്നേക്കാൾ അവരുടെ അഭിമാനത്തിന് പോലും ക്ഷതമേൽക്കാതെ അവർ സമ്പന്നരാകണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ എവിടെയോ വായിച്ച ഒരു കഥയുണ്ട്, സമയക്കുറവാണെങ്കിലും ചുരുക്കി ഏറ്റവും വലിയൊരു ആത്മാർപ്പണത്തിന്റെ ഒരു ചരിത്രം. ഒരു വലിയ ധനികനായ സമ്പന്നനായ ഒരു രത്നവ്യാപാരി, അയാൾക്കൊരു ഏക മകൻ. അയാൾ വിദേശ രാജ്യങ്ങളിൽ രത്നക്കച്ചവടം നടത്തുകയാണ്. സമ്പന്നനായ ആ വ്യാപാരിയുടെ യുവാവായ സുമുഖനായ ചെറുപ്പക്കാരനായ മകനുള്ള പണി തന്റെ പിതാവിന്റെ സമ്പത്തെല്ലാം സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്കൊക്കെ സഹായം ചെയ്യുക. കൂട്ടുകാരെ നന്നായി നോക്കും, കൂട്ടുകാരുടെ വീട്ടിൽ എന്താവശ്യമുണ്ടോ അതൊക്കെ പരിഹരിക്കും, കച്ചവടത്തിലൊന്നും താല്പര്യമില്ല. അങ്ങനെ അവസാനം ചുരുക്കി പറഞ്ഞാൽ ആ സമ്പന്നനായ മനുഷ്യന് രോഗമായി. അദ്ദേഹം വിദേശത്തേക്ക് തന്റെ മകനെ വിളിച്ചു വരുത്തി കച്ചവടമൊക്കെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അതൊന്നും ഇതുവരെ പഠിക്കാത്തതുകൊണ്ട് ശരിയായില്ല. അയാൾ അവിടെ മരിച്ചുപോയി. സമ്പന്നനായ വ്യാപാരി മരിച്ചു. ആ കച്ചവടം ഏറ്റെടുത്ത മകൻ അത് വിജയിപ്പിക്കാൻ പറ്റിയില്ല. അതൊക്കെ തകർന്നുപോയി. നാട്ടിലേക്ക് വന്നു. അന്നോളം സമ്പന്നനായിരുന്ന മകൻ പെട്ടെന്ന് ദരിദ്രനായപ്പോ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു. അങ്ങനെയൊക്കെ ഒറ്റപ്പെട്ട് കഴിഞ്ഞു. കുറെ കാലം കഴിഞ്ഞപ്പോ അന്ന് താൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന, ഒപ്പം നടന്നിരുന്ന, വീട്ടിലെ കാര്യം മുഴുവൻ നോക്കിയിരുന്ന തന്റെ ഒരു കൂട്ടുകാരൻ, സമ്പത്ത് അങ്ങനെയാണല്ലോ, ആർക്കാ എപ്പോ വരിക എന്ന് പറയാൻ പറ്റൂല. ഇന്ന് ആ കൂട്ടുകാരൻ വലിയ സമ്പന്നനാണെന്ന് കേട്ടു. അയാൾ മറ്റെവിടെ പോയി കച്ചവടമൊക്കെ നടത്തി വലിയ സമ്പന്നനാ. ഒരു ദിവസം ഈ ചെറുപ്പക്കാരൻ കരുതി, ഞാൻ അവനെ സമീപിച്ചാൽ എൻ്റെ അത്രയും വലിയ കൂട്ടുകാരനായിരുന്നില്ലേ, ഞാൻ ഒരുപാട് ആ വീട് സംരക്ഷിച്ചതല്ലേ, ആ വീട്ടിലെ ഓരോ അംഗവും എൻ്റെ പെങ്ങന്മാരും ആങ്ങളും എൻ്റെ ജ്യേഷ്ഠാനുജന്മാരെ പോലെയായിരുന്നില്ലേ, ഞാൻ അവനെ സമീപിക്കാമെന്ന് കരുതി ആ വീട്ടിൽ അദ്ദേഹത്തിന്റെ വീട് അന്വേഷിച്ചു. വലിയ കൊട്ടാരമായി മാറിയിട്ടുണ്ട്. ആ കൊട്ടാരത്തിന്റെ മുമ്പിൽ ചെന്ന് പാറാവുകാരോട് പറഞ്ഞു, നിങ്ങളുടെ മുതലാളിയോട് പറയണം, ചെറുപ്പത്തിലെ കൂട്ടുകാരനാണ്. അവര് ചെന്ന് പറഞ്ഞു, പേരും നാടും വീടും ഒക്കെ പറഞ്ഞു. അയാൾ വിരിയുടെ അപ്പുറത്ത് നിന്ന് വന്ന ആളെ നോക്കി. പഴയ പ്രൗഢിയില്ല, പ്രതാപമില്ല. ഇന്ന് വളരെ മുഷിഞ്ഞ വസ്ത്രം, ഏതോ ഒരു ദരിദ്രൻ. അയാൾ പറഞ്ഞു പരിചാരകന്മാരോട്, ഇന്നാരെയും കാണാൻ മുതലാളിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞേക്ക്. മുതലാളി ഇന്നാരെയും കാണുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചുവിടാൻ പറഞ്ഞു. വലിയൊരു ഷോക്കേറ്റതുപോലെ അദ്ദേഹം തിരിച്ചു നടന്നു. അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രയാസം, അന്ന് അത്രയൊക്കെ താൻ സംരക്ഷിച്ച ആള് ഇങ്ങനെയാണല്ലോ പ്രതികരിച്ചത്. ഒരുപാട് ദൂരത്തായിരുന്നു. വീട്ടിലേക്ക് വൈകുന്നേരമായപ്പോൾ വീട്ടിന്റെ പരിസരത്ത് എത്തുമ്പോഴും മനസ്സിൽ ഈ ഒരു ചിന്ത മാത്രം, ഒന്നും വേണ്ട, ഞാനൊന്നും യാചിക്കാൻ പോയതുമല്ല, എന്തെങ്കിലും ഒരു ജോലി തരുമോ അവിടെ, ഇങ്ങനെയാണോ അതിനൊക്കെ പ്രതികരിക്കേണ്ടത് എന്നൊക്കെ വിഷമിച്ചു പോകുമ്പോൾ ആ വീട്ടിന്റെ അടുത്തെത്തുമ്പോൾ മൂന്നാളുകള് വലിയൊരു ഭാണ്ഡവുമായി വരുന്നു. അവര് അപരിചിതരാണ്. അവരന്വേഷിക്കുന്നു ഒരാളെ. ആരെയാണെന്ന് ചോദിച്ചപ്പോ ഈ ചെറുപ്പക്കാരന്റെ വ്യാപാരി, രത്നവ്യാപാരിയായിരുന്ന പിതാവിനെ അന്വേഷിക്കുന്നത്. ഇയാൾ പറഞ്ഞു, അതെന്റെ പിതാവാ, നിങ്ങൾക്ക് എന്താ കാര്യം? അവര് പറഞ്ഞു, നിങ്ങളുടെ പിതാവ് രത്നവ്യാപാരിയായിരുന്ന കാലത്ത് ഞങ്ങളുടെ കയ്യിൽ അമാനത്തായി കുറച്ച് രത്നം തന്നിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ ആ നാട്ടിൽ അന്വേഷിച്ചപ്പോ ആ നാട്ടിൽ തിരിച്ചു പോന്നിട്ടുണ്ട് എന്ന് കേട്ടു. അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് ഇപ്പൊ അന്വേഷിച്ചു വന്നതാ. ഇയാൾ പറഞ്ഞു, എന്റെ വാപ്പ മരിച്ചുപോയി. അവർ പറഞ്ഞു, എന്നാ മകൻ എന്ന നിലയ്ക്ക് ഈ രത്നം നിങ്ങൾ സൂക്ഷിക്കുക, ഞങ്ങളെ ഏൽപ്പിച്ച അമാനത്ത്. അവരത് കൊടുത്ത് കടന്നുപോയി. ഇയാൾക്ക് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല, വിലപിടിപ്പുള്ള രത്നങ്ങള്. അപ്പോഴാണ് ഒരു വലിയ കുലീനയായ സ്ത്രീ ആ വഴിക്ക് കടന്നു വരുന്നത്. കണ്ടാൽ തന്നെ വളരെ വിദേശ വനിത, എല്ലാവിധ ആഡംബരത്തോടു കൂടി. അവര് വന്ന് പറഞ്ഞു, മോനെ ഈ നാട്ടിലെവിടെയാ നല്ല രത്നം കിട്ടുക? ഇതെന്താ? അയാൾ വിചാരിച്ചു, ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ ഉള്ള മനസ്സിന്റെ ആ ഒരു പ്രയാസം ഉണ്ടാകുമ്പോഴാണല്ലോ ദുആക്ക് ഉത്തരം കിട്ടുക. എത്ര വലിയ ഏത് ദുആയുടെ ഉത്തരത്തിൽ അല്ലാഹു തആല പ്രത്യേകം പറഞ്ഞ ഒരു കാര്യമാണത്. അള്ളാഹുവിനോട് കഷ്ടപ്പെട്ട് ദുആ ചെയ്യുന്നവൻ അവിടെ അല്ലാഹു തആല മുസ്ലിം എന്ന് പോലും പറഞ്ഞിട്ടില്ല, മുത്തഖി എന്ന് പറഞ്ഞിട്ടില്ല. സ്വന്തം നഫ്സിൽ ഏറ്റവും കഷ്ടപ്പാടോടുകൂടി റബ്ബിനെ വിളിച്ചാൽ റബ്ബ് ഉത്തരം ചെയ്യും. അമ്മയുജീബുൽ മുസ്തറ ഇദാ ദഅ. എന്റെ മനസ്സിന്റെ വിഷമം കണ്ട് റബ്ബ് തന്നതായിരിക്കുമെന്ന് കരുതി അദ്ദേഹം പറഞ്ഞു, എന്റെ കയ്യിൽ കുറച്ച് രത്നം ഉണ്ട്, നിങ്ങൾ നോക്കൂ.
ആ സ്ത്രീ അത് നോക്കി, രത്നത്തെ പറ്റി നന്നായി അറിയുന്ന സ്ത്രീ അതെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഇത് വളരെ വിലപിടിപ്പുള്ളതാണല്ലോ, വലിയ ആളിലേക്ക് ചിന്തിക്കാൻ പറ്റാത്ത സമ്പത്ത് കൊടുത്തു, അതിൽ നിന്ന് കുറച്ച് വാങ്ങിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇനിയും തിരിച്ചു വരും, എനിക്ക് കൂടുതൽ ആവശ്യമുണ്ട്. ഇയാളിതൊക്കെ പാടെ അത്ഭുതപ്പെട്ടു. എന്തായാലും ആ സ്ത്രീ പിന്നെയും പലരെയും പറഞ്ഞയച്ചു. രത്ന വ്യാപാരം രണ്ടാമത് തുടങ്ങി, ഇടാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. അങ്ങനെ ഇദ്ദേഹം പിതാവിന്റെ പാരമ്പര്യത്തിൽ വലിയ രത്നവ്യാപാരിയായി മാറി. കുറെ കാലം കഴിഞ്ഞപ്പോൾ വലിയ പഴയതിനേക്കാൾ വലിയ പ്രതാപമായപ്പോൾ ഈ മനുഷ്യൻ സമ്പന്നനായപ്പോഴും മനസ്സിൽ ഒരു വല്ലാത്ത വേദനയായി അന്നത്തെ അനുഭവം ഉണ്ടായിരുന്നു. താൻ ഏറ്റവും സ്നേഹിച്ച, താൻ ഏറ്റവും സമ്പത്ത് ചെലവഴിച്ച ആ കൂട്ടുകാരൻ ഇങ്ങനെയാണല്ലോ പ്രതികരിച്ചത്. അതുകൊണ്ടൊരു കടലാസ് എടുത്തിട്ട് ചെറിയ 2 വരി കവിത എഴുതി. ഒരു പ്രതികാരം, മനസ്സിന്റെ ഒരു ദാഹം, ആ ദാഹശമനത്തിന് വേണ്ടി ഒരു നല്ല ഷൂട്ടും കൂട്ടും ഒക്കെ ഇട്ട് ചെറുപ്പക്കാരനെ ആളുടെ വേഷം കണ്ട് കയറ്റാതിരിക്കേണ്ട, ഇന്ന് എല്ലാ സൗകര്യമുള്ള ആളല്ലേ, അതുകൊണ്ട് വലിയ കൂട്ടുസൂട്ടൊക്കെ വാങ്ങിയിട്ട് ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ 2 വരി കവിത മാത്രം കൊടുത്തയച്ചു. സഹിത്തു ഖൗമൻ ലിആമൻ ലാ വഫാഅ ലഹും യുദ്ഊന ബൈനൽ വറാ ബിൽ മക്രി വൽ ഹിയലി. ആ കവിത ഇങ്ങനെയായിരുന്നു. സഹിത്തു ഖൗമൻ ലിആമൻ, അഭിശപ്തരായ ചില ആളുകളെയാണ് എനിക്ക് കൂട്ടിന് കിട്ടിയത് പണ്ട്. ലാ വഫാഅ ലഹും, ജീവിതത്തിൽ ഒരു നന്ദിയും കാണിക്കാത്ത, പ്രത്യുപകാരമില്ലാത്ത അഭിശപ്തരായ കൂട്ടുകാരായ എനിക്ക് പണ്ട് കിട്ടിയിരുന്നത്. യുദ്ഊന ബൈനൽ വറാ ബിൽ മക്രി വൽ ഹിയലി, ഇന്ന് അവര് തന്ത്രവും ചതിയും ഒക്കെയായി വലിയ വലിയ ആളുകളായി ജനങ്ങൾക്കിടയിൽ പേരും പെരുമയുള്ളവരുമായി. കാനൂ യുജില്ലൂനനി ഇദ് കുന്തു റബ്ബഗിന, ഞാൻ വലിയ സമ്പന്നനായപ്പോൾ അവരൊക്കെ എന്നെ വല്ലാതെ ആദരിച്ചിരുന്നു. എന്നാൽ വഹീന അഫ്ലസ്തു അദ്ദൗനി മിനൽ ജുഹലി, ഞാൻ പാപ്പറായപ്പോ അന്തംഗമ്മിയെന്നും വിവരമില്ലാത്തവനെന്നും കച്ചവടം നടത്താൻ കഴിയാതെ തളർന്നവനെന്നൊക്കെ പറഞ്ഞ് അവരെന്നെ തള്ളിമാറ്റി. ഇതായിരുന്നു 2 വരി കവിത. പക്ഷേ ഈ എഴുത്തുമായി വന്ന ആളെ സ്വീകരിച്ചിരുത്തിയിട്ട് ആ സമ്പന്നനായ വീട്ടുകാരൻ, വലിയ തറവാടും വലിയ കൊട്ടാരത്തിന്റെ ഉടമ, ഒരു മന്ദസ്മിതത്തോടെ ആ കടലാസ് വാങ്ങി അതിന്റെ ഇപ്പുറത്ത് 3 വരി കവിത എഴുതി. എന്തായിരുന്നു ആ കവിത? അമ്മ സലാസതു ഖദ് വാഫൗക മിൻ ഖിബലി, അമ്മ സലാസതു ഖദ് വാഫൗക മിൻ ഖിബലി വലൈസ ഇല്ലാ ഹീലതൻ മിനൽ ഹിയലി, അമ്മല്ലതി ഇബ്താഅത്തിൽ മർജാന വാലിദതി വഅൻത അഖീ ബൽ മുൻതഹാ അജലി വമാ തറദ്നാക മിൻ ബുഖ്ലിൻ വലാ ഖലലി ലാകിൻ അലൈക ഖശീന വിഖ്ഫത്തൽ ഖജ്ലി. ആ 3 വരി എഴുതിയിട്ട് ഭദ്രമായി ഒട്ടിച്ച് തിരിച്ചയച്ചു. ഈ കൂട്ടുകാരന്റെ അടുത്ത് വന്ന് വായിച്ചപ്പോഴാണ് അമ്മ സലാസതു ഖദ് വാഫൗക മിൻ ഖിബലി, എന്റെ കൊട്ടാരത്തിന് മുമ്പിൽ നിന്ന് അപമാനിതനായി തിരിച്ചു പോകുമ്പോൾ നിന്റെ വീട്ടിന്റെ മുമ്പിൽ 3 ആള് നിന്നെ വന്ന് കണ്ടില്ലേ രത്നങ്ങളുമായി, ഞാനായിരുന്നു അവരെ പറഞ്ഞയച്ചത്. അത് നീ പറഞ്ഞല്ലോ തന്ത്രവും ചതിയും പ്രയോഗിച്ച ആളായതാണ്, ആ പറഞ്ഞ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു. ഇല്ലാ മിനൽ ഹിയലി, തന്ത്രങ്ങളിൽ നിന്ന് തന്നെയാ ഇങ്ങനെയുള്ള കാര്യം ചെയ്യാൻ പറ്റുക. അമ്മല്ലത്തിബ്താഅത്തിൽ മർജാന വാലിദതി, രത്നവുമായി രത്നം വാങ്ങാൻ പിന്നെ ഒരു സ്ത്രീ, കുലീനയായ സ്ത്രീ നിന്റെ അടുക്കൽ വന്നില്ലേ? അന്ന് നിനക്ക് ആമക്ക് മുയൽ, എന്താ പറയല്, കുറുക്കന് മുയൽ കിട്ടിയതുപോലെ, അല്ലെങ്കിൽ കുറുക്കൻ ആമ കിട്ടിയതുപോലെ ഈ രത്നം എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും അറിയാതെ നീ നിൽക്കുമ്പോൾ എനിക്കറിയാമായിരുന്നു നിനക്ക് രത്നത്തിന്റെ വില അറിയില്ല, രത്നവ്യാപാരിയുടെ മകനാണെന്നല്ലാതെ. അത് വാങ്ങാനും ഞാൻ തന്നെ ആളെ പറഞ്ഞയച്ചത്. ആരാ വന്നത് നിനക്കറിയോ? അമ്മല്ലത്തിബ്താഅത്തിൽ മർജാന വാലിദതി, എന്റെ പ്രിയപ്പെട്ട ഉമ്മയായിരുന്നടാ നിന്റെ കയ്യിൽ നിന്ന് അന്ന് രത്നം വാങ്ങിപ്പോന്നത്. എന്തുകൊണ്ടാണ് എന്റെ ഉമ്മയെ തന്നെ ഞാൻ പറഞ്ഞയച്ചത് നിനക്കറിയോ? നീ തന്നെ, നീ അഖി, എന്റെ സഹോദരനായ എന്റെ ഉടപ്പുറപ്പ, ബൽ മുൻതഹ അമലി, എന്റെ ജീവിതത്തിന്റെ സകല പ്രതീക്ഷയും നീയായിരുന്നു. അതുകൊണ്ട് എന്റെ ഉമ്മയെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ച ഒരു വാക്യമുണ്ടായിരുന്നു, ഉമ്മ, ഞാനൊരു മകൻ മാത്രമല്ല നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ വയറ്റിൽ പിറക്കാത്ത ഒരു ഉടപ്പിറപ്പ്, എന്റെ ഒരു ഉടപ്പിറപ്പ് നിങ്ങൾക്കുണ്ടുമ്മ എന്ന് ഞാൻ പണ്ടേ പറഞ്ഞു പഠിപ്പിച്ച, നിന്നെ മകനായി കണ്ട എന്റെ ഉമ്മയാ നിന്റെ അടുക്കൽ വന്ന് രത്നം വാങ്ങിയത്. വമാ തറദ്നാക മിൻ ബുഖ്ലിൻ വലാ ഖലലി, പിന്നെ അന്ന് എന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ നിന്ന് ഞാൻ നിന്നെ സ്വീകരിക്കാതെ തിരിച്ചയച്ചത് എന്റെ മുതലിനോടുള്ള ആർത്തി കൊണ്ടല്ല, എനിക്ക് പിശുക്കുണ്ടായത് കൊണ്ടല്ല. ലാകിൻ അലൈക ഖശീന വിഖ്ഫത്തൽ ഖജ്ലി, എന്റെ മുമ്പിൽ ദരിദ്രനായി തല താഴ്ത്തി നിൽക്കുന്ന നിന്നെ കാണാൻ എനിക്ക് ശക്തിയില്ലായിരുന്നടാ. നീ ഒരു പാവപ്പെട്ടവനായി എന്റെ മുമ്പിൽ വന്ന് നിൽക്കുക, ജീവിതം മുഴുവൻ എനിക്ക് സമർപ്പിച്ച നീ, ഇന്നലെ എന്നെ സമ്പന്നനാക്കിയ നീ,
നീ ഒരു പരീക്ഷണത്തിൽപ്പെട്ട് ദരിദ്രനായി എന്റെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കുന്നത്, ഹജിലായി നിൽക്കുന്നത് കാണാൻ കരുത്തില്ലാത്തത് കൊണ്ടാ അന്ന് കാണാൻ മനസ്സില്ലെന്ന് പറഞ്ഞു വിട്ടത്. നീ സമ്പന്നനാവണം, നീ പഴയതിനേക്കാൾ പ്രതാപശാലിയാകണമെന്ന് ആഗ്രഹിച്ച അന്ന് ഞാനത് ചെയ്തത് എന്ന് പറഞ്ഞ, തന്റെ മുമ്പിൽ യാചകനായി വരരുത് തന്റെ സഹോദരൻ, അവന്റെ അഭിമാനത്തിന് പോലും ക്ഷതമേൽക്കരുത് എന്ന് ചിന്തിച്ച ആ സാഹോദര്യം. പക്ഷെ അതിന്റെയൊക്കെ മേലെയല്ലേ മുഹാജിറുകളും അൻസാരികളും. എന്താ മഹാനായ സയ്യിദ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് സയ്യിദ് ഇബ്നു റബീഅ തങ്ങൾ പറഞ്ഞത്? എന്റെ മുതല്, എന്റെ ഭാര്യ എല്ലാം പകുത്തു തരാമെന്ന് പറയുമ്പോ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറഞ്ഞത്, ബാറക്കല്ലാഹു ലക ഫീ അഹ്ലിക വ മാലിക്. പ്രിയപ്പെട്ട സഹോദര, നിന്റെ മുതലും നിന്റെ ഭാര്യയിലും കുടുംബത്തിലും ഒക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതൊന്നും എനിക്ക് ഓഹരി വെച്ച് തരാനുള്ളതല്ല, മറിച്ച് ദുല്ലൂനി അലാ സൂഖിൽ മദീന, ഈ മദീനയിലെ മാർക്കറ്റ് കാണിച്ചു തന്നാ മതി. ഈ മദീനയിലെ അങ്ങാടി കാണിച്ചു തരിക, ഈ മദീനയിലെ മാർക്കറ്റ്, ഞാൻ അവിടെ പോയി കച്ചവടം ചെയ്ത് എന്റെ ജീവിതം പുലർത്താം. ഔദാര്യങ്ങളല്ല, നിങ്ങളുടെ ഔദാര്യങ്ങളല്ല നിങ്ങളുടെ സഹായമാവേണ്ടത് എന്ന് പറഞ്ഞ മഹാനായ അബ്ദുറഹ്മാൻ ഔഫ് തങ്ങളാണ് പിന്നീട് ഒരു കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലം കഴിഞ്ഞ് ഒരു ദിവസം നോമ്പിന്റെ സമയത്ത്, നോമ്പ് തുറക്കാൻ സമയത്ത് പത്തിരിയും ഇറച്ചിയും ഒന്നിച്ച് മുമ്പിൽ കണ്ടപ്പോൾ കരഞ്ഞെണീറ്റ് പോയ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ. അദ്ദേഹം പറഞ്ഞു, മുസ്അബ് ഇബ്നു ഉമൈർ ഒന്നുമില്ലാതെ, ഒരു കഫൻ പുട പോലും തികയാതെ കടന്നുപോയി. നമ്മളൊക്കെ ദുനിയാവിൽ എന്തെങ്കിലും നന്മ ചെയ്തെങ്കിൽ അതിന്റെ പ്രതിഫലം ഇവിടെ തന്നെ ലഭിക്കുകയാണോ എന്ന് ഭയപ്പെട്ട മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. അദ്ദേഹത്തിന് 500 ഒട്ടക സംഘങ്ങൾ, ഒട്ടകത്തിന്റെ കട്ടിലുകൾ നിറച്ച് കച്ചവട സാധനവുമായി ഷാമിൽ നിന്ന് 500 ഒട്ടകം വന്നപ്പോഴാ നോക്കിയിട്ട് ആയിഷ ബീവി ഇങ്ങനെ പറഞ്ഞത്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ അശറത്തുൽ മുബശ്ശറയിൽപ്പെട്ടവരാ, നമുക്കറിയാലോ. വബ്നു ഔഫിൻ ആശിരിൽ കറമി എന്നൊക്കെ ബൂസരി ഇമാം ചൊല്ലിയ ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല. എന്നിട്ടും ആയിഷ ബീവി പറഞ്ഞു, സിറാത്തിൽ നിന്ന് അബ്ദുറഹ്മാൻ ആടുന്നതായി, സ്വർഗത്തിലേക്ക് കടക്കുന്നു, പക്ഷെ ആ സിറാത്തിൽ നിന്ന് ആടിപ്പോകുന്നു. ഇത്രയും വലിയ മുതലുണ്ടായത് കൊണ്ട്. ഒന്നുമില്ലാത്തടത്തുനിന്ന് മദീനയിലെ സൂക്കിൽ കച്ചവടം ചെയ്ത അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് 500 ഒട്ടകങ്ങളിൽ മുഴുവൻ ചരക്ക്, 500 ഗുഡ്സ്, ട്രെയിനിലെ 500 ഗുഡ്സ് ഭോഗികളെ പോലെ ഒന്നിച്ചു മദീനയിലേക്ക് വരുമ്പോൾ ആയിഷ ബീവി പറഞ്ഞു, ഒരു ഹദീസ് ഓർത്തു, അബ്ദുറഹ്മാൻ സ്വർഗത്തിലേക്കുള്ള പാലത്തിൽ സിറാത്തിൽ ഒന്ന് ഇടറുന്നുവോ എന്ന്. അത് കേൾക്കേണ്ട താമസം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറഞ്ഞു, ഈ 500 ഒട്ടകവും അതിലുള്ള സകല സാധനങ്ങളും അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വതക്കയാണ്. സമ്പാദിച്ചതൊക്കെ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിച്ച ആ ഒരു സാഹോദര്യം നമ്മളിവിടെ പറഞ്ഞു വരുന്നത് അതാ. മുതലും കുടുംബവും മുഴുവൻ പകുത്തു നൽകാൻ തയ്യാറായ ആ ഒരു സാഹോദര്യം, ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സാഹോദര്യം, അനന്തരാവകാശം നൽകിയ സാഹോദര്യം. പിന്നെ ഒരു ദിവസം ബദർ വന്നു. ബദർ കഴിഞ്ഞതിന് ശേഷം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആയത്തിറക്കി, വഉലുൽ അർഹാമി ബഅദുഹും ഔലാ മിൻ ബഅദ് മിനൽ മുഅ്മിനീന വൽ മുഹാജിരീൻ. കുടുംബ ബന്ധമുള്ളവരാണ് അനന്തരാവകാശികൾ എന്ന് പറയുന്നത് വരെ അതിനു മുമ്പുള്ളവർക്കൊക്കെ ഈ തആഖി മൂലം തന്നെ അനന്തരാവകാശം ഉണ്ടായിരുന്നു. അത് പിന്നെ അല്ലാഹു തആല റദ്ദ് ചെയ്തുകൊണ്ട് കുടുംബ ബന്ധങ്ങൾക്കായി അനന്തരാവകാശത്തെ പരിമിതപ്പെടുത്തി. എന്നിട്ടും ഈ ആയത്തുകൾ സൂറത്തുൽ ഹശർ ഇറങ്ങുന്നതിന്റെ പശ്ചാത്തലം ഞാൻ ചുരുക്കുകയാണ്, അത് മാത്രം പറഞ്ഞുകൊണ്ട്. ബനു നദീർ യഹൂദികളുടെ ഒരു സങ്കേതമാണ് മദീനയുടെ പരിസരത്ത്. മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ തന്നെ അവരുമായി സഖ്യത്തിലേർപ്പെട്ടിരുന്നു. ഒരു ഭരണതന്ത്രതയായിരുന്നു അത്. പക്ഷെ ഒരു ദിവസം ആ സഖ്യത്തിലേർപ്പെട്ടത് കൊണ്ട് തന്നെ ഭരണകാര്യങ്ങളിലും നാട്ടിലെ വിഷയങ്ങളിലുമൊക്കെ അവരുടെ സഹായം ആവശ്യമുണ്ടായിരുന്നു. മുഅ്മിനീങ്ങൾക്കിടയിലെ ഒരു ദിയത്തിന്റെ വിഷയം വന്നപ്പോൾ അതിനുവേണ്ടി ധനസമാഹരണത്തിന് വേണ്ടി ബനു നദീറിന്റെ അടുക്കിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖത്താബ് അടക്കമുള്ള 10 പ്രമുഖരായ സഹാബികളോടൊപ്പം പോയി. അവിടെ ചെന്നിരുന്നപ്പോ അവര് യഹൂദികളുടെ സ്ഥിര സ്വഭാവം, പുറത്തൊക്കെ അവർ പുഞ്ചിരിച്ചു പറഞ്ഞു, ഞങ്ങൾ സഹകരിക്കണമല്ലോ, നമ്മളൊക്കെ പരസ്പര ബന്ധമുള്ളവരല്ലേ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മതിലിന്റെ ഈ ചാരി വിശ്രമിക്കാൻ വേണ്ടി ഒരു മതിലിനോട് ചേർത്തിരുത്തി അവരുടെ ആ കോട്ടകൾക്കടുത്ത്. അതിനിടയിൽ ഒരാൾ വന്ന് പറഞ്ഞു, യഹൂദികൾ തമ്മിൽ പറഞ്ഞു, ഇത് ഏറ്റവും നല്ലൊരു അവസരം, ഇതിന് കിട്ടൂല, ഒരാകെ 8-10 ആളല്ലേ ഉള്ളൂ. ആ മതിലിന്റെ മുകളിൽ ഒരാൾ കയറി വലിയൊരു കല്ലെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിലേക്ക് ഇട്ടാൽ ഈ പ്രശ്നം അവസാനിക്കും. മനസ്സുകൊണ്ട് അവരൊരിക്കലും അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുമായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ വലിയ കല്ലുമായി ആ മദീനയുടെ മുകളിൽ കയറി അല്ലാഹുവിന്റെ റസൂലിനെ റബ്ബുൽ ഇസ്സത്ത് വല്ലാഹു യഅസ്മുക മിനൻ നാസ്,
അല്ലാഹു തആല ബോധ്യപ്പെടുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും അറിയാത്തതുപോലെ അവിടുന്ന് എണീറ്റ് പോയി, കല്ലിടാൻ കഴിയുന്നതിന് മുമ്പേ ധൃതിയിൽ എണീറ്റ് പോയി. കാത്തിരുന്നവർ അള്ളാഹുവിന്റെ റസൂലിനെ കുറെ നേരമായിട്ട് കാണുന്നില്ല. അന്വേഷിച്ചപ്പോൾ നബി തങ്ങൾ മദീനത്ത് എത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ചെന്ന് ഉടനെ തന്നെ ബനു നദീറിനെ ഇവിടെ നിന്ന് തുടച്ചു മാറ്റണം. ഒരു നാട്ടിന്റെ ഉള്ളിൽ സഖ്യമുള്ളവർ കാലുവാരിയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിങ്ങൾ കാത്തു നിൽക്കരുത്, അത് ഭരണഭദ്രതയെ ബാധിക്കുന്നതാ. അങ്ങനെ ബനു നദീറിനെ ചുരുക്കി പറഞ്ഞാൽ അവിടുന്ന് മാറ്റാൻ തീരുമാനമായി. അവരോട് നല്ല രീതിയിൽ പറഞ്ഞു. അപ്പോൾ പോലും എത്ര നല്ല രീതിയിലാണ് പറയുന്നത്, നിങ്ങൾ ഈ പ്രദേശം ഒഴിവാക്കണം, നിങ്ങളുടെ മുതൽ നിങ്ങൾ എടുത്തു പോവുക, നിങ്ങളുടെ ഭൂമിയും തോട്ടങ്ങളും അത് നോക്കാൻ ആളെയാക്കുക, നിങ്ങൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോഴാണ് സാഹോദര്യത്തിനൊരു മറുവശമുണ്ട്. മുഅ്മിനീങ്ങളുടെ സാഹോദര്യം ഇതാണെങ്കിൽ മറുവശത്ത് മുനാഫിഖീങ്ങളുടെ സാഹോദര്യം. ഈ സൂറത്തുൽ ഹശ്റിന്റെ തുടർന്നുള്ള ആയത്തുകൾ അല്ലാഹു തആല പറയുന്നു, അലം തറയിലല്ലദീന നാഫഖു യഖൂലൂന ലിഇഖ്വാനിഹിം അല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബ്. മുനാഫിഖീങ്ങൾ, യഹൂദികളിൽപ്പെട്ട സഹോദരങ്ങൾ, അവരുടെ സഹോദരൻ, അത് സാഹോദര്യം തന്നെ ഖുർആൻ പറഞ്ഞത്. പക്ഷെ ആ സഹോദരത അത് സഹോദരനല്ല, അത് അധര സഹോദരനല്ല, സഹാധരനാണ്. അധരം കൊണ്ട് മാത്രം സഹതയുള്ളവർ ഉദരം കൊണ്ടാവുന്നില്ല. നാക്കിക്കൊണ്ട് മാത്രം ഉണ്ടാവുന്ന ഒരു ബന്ധം, ആ ബന്ധമാണ് അവർക്കുള്ളത്. അല്ലാഹു തആല ചോദിക്കുന്നു, കണ്ടില്ലേ മുനാഫിഖീങ്ങൾ അവരുടെ യഹൂദി സഹോദരന്മാരോട് പറയുന്നു, ലൈൻ നുഖ്രിജതും ലനഖ്റുജന്ന മഅക്കും, നിങ്ങൾ പോവണ്ടട്ടോ. പ്രവാചകൻ പറഞ്ഞു കേട്ട് നിങ്ങൾ വിട്ടുകഴിഞ്ഞു പോകുന്നു വേണ്ട, അങ്ങനെ നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ ഞങ്ങളുണ്ടാവും നിങ്ങളുടെ കൂടെ. ലൈൻ നുഖ്രിജതും ലനഖ്റുജന്ന മഅക്കും വലൈൻ ഖൂതിൽതും ലനൻസുറന്നകും, അങ്ങനെ നിങ്ങളോട് പ്രവാചകൻ യുദ്ധം ചെയ്യാൻ വന്ന ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നടക്കുന്ന മുനാഫിഖീങ്ങൾ പറഞ്ഞു. അല്ലാഹു തആല പറഞ്ഞു, വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ, പച്ച നുണയാ പറയുന്നത്. ലഇൻ ഉഖ്രിജൂ ലാ യഖ്റുജൂന, ഇവരെ പുറപ്പെടുവിച്ചാൽ ലാ യഖ്റുജൂന മഅഹും, അവരൊന്നും പുറപ്പെടാൻ പോണില്ല. വലഇൻ ഖുതിലൂ ലാ യൻസുറൂനഹും, അവരോട് യുദ്ധം ചെയ്താൽ ഇവർ സഹായിക്കൂല്ല. അതൊക്കെ വെറും വർത്താന. ഇനി അഥവാ വലഇൻ നസറൂഹും ലയുവല്ലുന്നൽ അദ്ബാറ സുമ്മ ലാ യുൻസറൂൻ, തൽക്കാലം ഒന്ന് സഹായിക്കുന്ന മാതിരിയൊക്കെ കാട്ടിയാലും മുന്നോട്ട് പോകൂല, പിന്തിരിഞ്ഞോടും. 26 ദിവസം ഈ സഹായം കാത്തവർ നിന്നു, ഉപരോധത്തിലായി. അവർക്ക് ബോധ്യപ്പെട്ടു, മുനാഫിഖീങ്ങളുടെ വാക്ക് കേട്ട് വെറുതെ കാത്തിരിക്കേണ്ട. അവസാനം അവർ സന്ധിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറഞ്ഞു, ഞങ്ങൾ ഒഴിവായി പോയിക്കോളാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടുന്ന ഒട്ടകത്തും കൊള്ളുന്ന മുതലൊക്കെ ആയിട്ട് പോയിക്കോളിയർ. അങ്ങനെ അവരുടെ ഒട്ടകത്തുമിൽ അവരുടെ വീടുകൾ പോലും അവർ പൊളിച്ചു കൊണ്ടുപോയി. ഇന്ന് വീട് പൊളിച്ചു കൊണ്ടുപോയി അവിടെ രണ്ടാമത് റീഫാബ്രിക്കേറ്റ് ചെയ്യാനൊക്കെ സംവിധാനമുണ്ട്. ഇതൊന്നും ഇല്ലാത്ത കാലത്ത് അവരെന്തിനാ ഈ വീട് ഇവർക്ക് കിട്ടണ്ടെന്ന് കരുതി? അത് അല്ലാഹു തആല പറഞ്ഞത്, യുഖ്രിബൂന ബുയൂതഹും ബിഐദിഹിം വഐദിൽ മുഅ്മിനീൻ, സ്വന്തം വീട് സ്വന്തം കൈ കൊണ്ട് തകർത്തുകൊണ്ട് അവർ പോയി. അങ്ങനെയൊക്കെ ഒരു ഒട്ടകത്തും കൊണ്ടുപോയതൊന്നും തീരൂലല്ലോ മുതല്. അവനവന്റെ ഒട്ടകത്തും കഴിയുന്നതൊക്കെ കൊണ്ടുപോയെങ്കിലും ഒരുപാട് മുതൽ ബാക്കിയായി. ഈ മുതലുമായാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ മദീനയിൽ ചെന്നുകൊണ്ട് അൻസാരികളോട് പറഞ്ഞു, നിങ്ങളെപ്പോലെ അതിലേറെ സമ്പന്നരായിരുന്നു എൻ്റെ കൂടെ മക്കയിൽ നിന്ന് വന്നവർ. പക്ഷെ അള്ളാന്റെ ദീനിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് വന്നവർ. എനിക്കിന്ന് റബ്ബ് മുതൽ തന്നു. ഇത് ഫൈഇ മുതലാണ്. ഇത് അല്ലാഹുവിന് റസൂലിന് അവകാശപ്പെട്ടതാ. അതുകൊണ്ട് എന്റെ അവകാശം ഇത് നിങ്ങൾക്ക് വീതിക്കേണ്ട ബാധ്യത എനിക്കില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് എന്നാലും നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ ചോദിക്കുകയാണ്, ഈ പാവപ്പെട്ട മുഹാജിരീങ്ങൾക്ക് ഞാനിത് കൊടുത്തോട്ടെ. അൻസാരികളോട് പറഞ്ഞു, നിങ്ങൾക്കൊന്നും തരില്ല, ഇത് ഞാൻ എന്റെ പാവപ്പെട്ട മുഹാജിരീങ്ങൾക്ക് കൊടുത്തോട്ടെ. നിങ്ങളുടെ വീട് അവർ പകുത്തെടുത്തിട്ടുണ്ടല്ലോ, നിങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ, നിങ്ങൾ അവർക്ക് മുതലും വീടും കൊടുത്ത് അവർ തിരിച്ചു തരും. അവർക്ക് ഇന്ന് മുതലുണ്ടാവുകയാണ്, ആദ്യമായി അവർക്ക് മുതലുണ്ടാവുകയാണ്. അതുകൊണ്ട് ഇത് ഞാൻ അവർക്ക് വീതിച്ചു കൊടുക്കും, നിങ്ങളോട് അവർ വാങ്ങിയത് നിങ്ങൾക്ക് തിരിച്ചും തരാം. അപ്പോഴാണ് പിന്നെയും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അൻസാരികളുടെ 2 നേതാക്കളായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഒരേ സ്വരത്തിൽ എണീറ്റ് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലേ, അപ്പറഞ്ഞ രണ്ടും ചെയ്യേണ്ടതില്ല, അങ്ങ് ചെയ്യേണ്ടത് അതല്ല. അങ്ങേക്ക് അല്ലാഹു തആല ഫൈആയി തന്ന ഈ മുതൽ മുഴുവൻ മുഹാജിരിങ്ങൾക്ക് വിട്ടുകൊടുക്കണം. അതോടൊപ്പം ഞങ്ങൾ നൽകിയ മുഴുവൻ മുതലും അവർക്കുള്ളതാ. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ തങ്ങൾക്ക് അവർക്ക് കൊടുത്തോളൂ. വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. മുതൽ കാണുമ്പോഴാ സാഹോദര്യമൊക്കെ മുതലിന്റെ മുമ്പിലാ പലപ്പോഴും ഇന്നത്തെ വർത്തമാന കാലത്ത് സമ്പത്തിനു വേണ്ടി ആ സഹോദരങ്ങൾ ഏറ്റുമുട്ടുന്നത്. അവിടെയാണ് സാഹോദര്യത്തിൻ്റെത് ഒരു ഉദരത്തിൽ പിറന്നതല്ല, വിശ്വാസ സാഹോദര്യമാണ് വിശ്വസാഹോദര്യം എന്ന് പഠിപ്പിച്ച
ബദറിന് ശേഷം തടവിലാക്കപ്പെട്ടവരുടെ കൂട്ടത്തില് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ അബുൽ അസീസ് ഉണ്ടായിരുന്നു. അബുൽ അസീസിനെ ചങ്ങലക്കെട്ട് കൊണ്ടുപോകുമ്പോ അവിശ്വാസിയായിരുന്ന അബുൽ അസീസിന് തടവിലാക്കപ്പെട്ട മുശ്രിക്കായ സഹോദരനെ ചങ്ങലക്കെട്ട് കൊണ്ടുപോകുമ്പോ മുസ്അബ് ഇബ്നു ഉമൈർ പറയുകയാ, അൻസാരിയായ അദ്ദേഹത്തെ ചങ്ങലക്കെട്ട് കൊണ്ടുപോകുന്ന ആളോട് ചങ്ങല മുറുക്കിക്കോ, ഓടാൻ അനുവദിക്കണ്ട, ഇവനൊരു ഉമ്മണ്ട്, നല്ല മുതലാളിയാ. സ്വന്തം ഉമ്മയെ പറ്റിയാ പറഞ്ഞത്. ഇവന്റെ ഉമ്മ നല്ല മുതലാളിച്ച. നമുക്കറിയാലോ മുസ്അബ് ഇബ്നു ഉമൈർ എങ്ങനെയാ വീട് വിട്ടിറങ്ങിയത്. അതുകൊണ്ട് നല്ല ഫിദിയ കിട്ടും, പിടിച്ചു വച്ചോ. അപ്പോഴാണ് സഹോദരനായ അബുൽ അസീസ് പറയുന്നത്, ഒരു സഹോദരനെ പറ്റി ഇതാണോ നിനക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോ അൻസാരിയെ ചൂണ്ടിക്കൊണ്ട് മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാദാ അഖി, നീയല്ലടാ, ഇവനാണ് എന്റെ സഹോദരൻ എന്ന്. വിശ്വാസമാണ് സാഹോദര്യം. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ ഇഖ്വാനഹും. സ്വന്തം പിതാവാണെങ്കിലും സഹോദരനാണെങ്കിലും ഏറ്റവും അടുത്ത ബന്ധുക്കളാണെങ്കിലും അത് മുഴുവനും അള്ളാഹുവിന്റെ ദീനിന്റെ വിശ്വാസത്തിന്റെ മുമ്പിൽ അവര് ഒന്നിക്കുന്നില്ലെങ്കിൽ അതല്ല സാഹോദര്യമെന്ന് നൂഹ് അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞതുപോലെ ഇന്നഹു ലൈസ മിൻ അഹ്ലിക് ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. രക്തബന്ധമല്ല, വിശ്വാസത്തിന്റെ ബന്ധമാണ് വലുതെന്ന് പഠിപ്പിച്ച, അതിന് ലോകത്ത് പ്രാവർത്തികമായി കാണിച്ചു കൊടുത്ത അൻസ്വാരികളും മുഹാജിരീങ്ങളും അവര് നൽകിയ ആ പാരസ്പര്യമുണ്ടല്ലോ, എല്ലാം അവർ നൽകുകയായിരുന്നു. അൻസാരിയായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം മദീന പള്ളിയിൽ നിന്ന് ഒരാള് വന്നിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ വല്ലാത്ത വിശപ്പ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണ് ഈ അതിഥി? ആദ്യം സ്വന്തം വീട്ടുകാരിലേക്ക് ഉമ്മഹാത്തുൽ മുഅ്മിനീനോട് അന്വേഷിച്ചു, വല്ലതുമുണ്ടോ നമ്മളറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പത്നിമാരുടെ വീട്ടിലും ഒരതിഥിയെ സ്വീകരിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചത്, ആരാണ് ഇന്നത്തെ രാത്രി എന്റെ ഈ അതിഥിക്ക് ഭക്ഷണം കൊടുക്കുക? അപ്പോഴാ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ ഏറ്റെടുക്കാം. വീട്ടിലേക്ക് ആ അതിഥിയുമായി പോയി ഭാര്യയോടും മുസ്ലിമിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ അതിഥിയാ, ഒന്നും ബാക്കി വെക്കണ്ടുള്ളതൊക്കെ കൊടുക്ക്. മുസ്ലിം പറഞ്ഞു, കുട്ടിയേക്ക് രാത്രി ഭക്ഷണം ഉണ്ടാക്കി വെച്ചത് മാത്രമേ ഇവിടെ ഉള്ളൂല്ലോ, വേറെ ഉണ്ടാക്കാനും ഒന്നും ഉണ്ടായിരുന്നില്ല കാലത്ത്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പ്രിയപ്പെട്ട പത്നിയോട് മുസ്ലിമിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, കുട്ടികൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുറക്കെ ഭക്ഷണം കൊടുക്കാതെ അവർ ഈ രാത്രി പട്ടിണി കിടക്കട്ടെ, എന്നിട്ട് വിളക്കണക്കണം. അന്ന് ചെറിയ വെളിച്ചല്ലേ ഉണ്ടാവൂ, നമുക്ക് ഇരട്ടിത്തിരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതായി തോന്നിപ്പിക്കാം, ഉള്ള ഭക്ഷണം അതിഥിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ആ രാത്രി അവരും കുട്ടികളും പട്ടിണി കിടന്നുകൊണ്ട് അതിഥിയെ സൽക്കരിച്ചു. പിറ്റേന്ന് രാവിലെ മദീന പള്ളിയിലേക്ക് അതിഥി ചെന്നപ്പോഴാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അബൂ തൽഹയോട്, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും ഇന്നലെ രാത്രി ചെയ്തത് കണ്ടിട്ട് അജിബല്ലാഹ്, അല്ലാഹ് അത്ഭുതപ്പെട്ടു പോയി, അല്ലാഹ്ക്ക് സന്തോഷം തോന്നി. അവിടെയാണ് ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ മുഫസ്സിരിങ്ങൾ അതും പറയുന്നുണ്ട്, വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. തങ്ങൾക്ക് അത്യധികം ആവശ്യമുള്ളപ്പോഴും മറ്റുള്ളവരെ തിരഞ്ഞെടുക്കുന്ന ഈസാർ ഉണ്ടല്ലോ. അല്ലെങ്കിലും ഇത് മുതല് മാത്രമല്ലല്ലോ, ഇതേ അബൂ തൽഹയല്ലേ ഉഹദിന്റെ ദിവസം ഉഹദിന്റെ രണാങ്കണത്തിൽ നാം കാണുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ചുറ്റിനും പലരും ഒഴിഞ്ഞുപോയി. അള്ളാഹുവിന്റെ റസൂൽ ഷഹീദായി എന്ന് കേട്ടപ്പോഴുണ്ടായ ആഘാതത്തിൽ നിന്ന് പലരും ചിന്നിച്ചിതറിപ്പോയപ്പോഴും 7 ആളുകൾ മാത്രമാ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റിലും സംരക്ഷണത്തിന് വേണ്ടി അവസാനം ഉണ്ടായത്. അതിലൊരാളായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂലിനെ സ്വന്തം കൈകൊണ്ട് വകഞ്ഞു മാറ്റി പിന്നിലേക്ക് നിർത്തിയിട്ട്, യുദ്ധത്തിൽ കൈപിടിച്ച് മുത്താനൊന്നും സമയം ഉണ്ടാവില്ല, അമ്പ് വരിക, അള്ളാഹുവിന്റെ റസൂലിനെ പിടിച്ചുകിട് മാറ്റിക്കാണ് പിന്നിലേക്ക്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു സ്വന്തം പിന്നിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി നിർത്തിയിട്ട് പറഞ്ഞ ചരിത്രത്തിലെ അമൂല്യമായ ഒരു വാക്കുണ്ട്, നഹരി ദൂന നഹരിക യാ റസൂലല്ലാഹ്. അള്ളാഹുവിന്റെ റസൂലെ, ഈ മാറ് തുളച്ചിട്ടല്ലാതെ ഒരമ്പും അങ്ങയുടെ ശരീരത്തിൽ ഏൽക്കൂല. ഈ മാറ് തുളച്ചിട്ടല്ലാതെ ഒരമ്പങ്ങേ കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞ്, ഇത് കേവലമായ കഥകളല്ല, ചരിത്രം കൊണ്ട് ഷോണിത ഷോണാക്ഷരങ്ങളാൽ എൻ കഥ ഷോണിയിൽ ആരും എഴുതുക വേണ്ട എന്ന് കുമാരനാശാൻ പറഞ്ഞത്, ബുദ്ധനെ പറ്റി പറഞ്ഞതുപോലെ ആ ബുദ്ധന്റെ നാട്ടിലെ മ്യാൻമറിലെ മുസ്ലിങ്ങൾ ഇന്ന് കാണുന്നത് ചരിത്രത്തിന്റെ ദുര്യോഗങ്ങളാ. ചുവന്ന അക്ഷരങ്ങളെ കൊണ്ട്, ചോരയുടെ അക്ഷരങ്ങൾ കൊണ്ട് കഥ എഴുതേണ്ടെന്ന് പറഞ്ഞ ബുദ്ധന്റെ അനുയായികളാ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ കൊടിയ ക്രൂരതകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ റൂഹി ഫിദാക്ക് എന്നത് വാക്കായിരുന്നില്ല, അതരവ്യായാമമായിരുന്നില്ല, യുദ്ധക്കളങ്ങളിൽ രണാങ്കണങ്ങളിൽ അവർ തെളിയിച്ചെടുത്ത ചരിത്രമായിരുന്നു അതൊക്കെ.
അല്ലാഹുവിന്റെ റസൂലിന്റെ സംരക്ഷണത്തിന് വേണ്ടി അമ്പുകൾ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. യർമൂക്ക് യുദ്ധത്തിൽ ഇക്രിമ റളിയല്ലാഹു തആല അൻഹുവിന് സഹോദരപുത്രൻ വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്ന ചരിത്രം റൂഹുൽ ബയാൻ അടക്കമുള്ള ഖുർത്തുബി അടക്കമുള്ള തഫ്സീറുകളൊക്കെ പറയുന്നില്ലേ? ലോക ചരിത്രത്തിൽ പ്രസിദ്ധമല്ലേ അതൊക്കെ? മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾക്ക് വെള്ളം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ വെള്ളം കുടിക്കാൻ അവസാന ശ്വാസത്തിൽ ചക്രശ്വാസം വലിക്കുമ്പോൾ തന്റെ മുമ്പിൽ പാനപാത്രവുമായി എത്തിയ ആളോട് വെള്ളം വാങ്ങി ചുണ്ടോട് അടുപ്പിക്കുമ്പോഴാ അടുത്ത സഹോദരന്റെ ദീനരോധനം കേൾക്കുമ്പോൾ വേണ്ട വേണ്ട അവന് കൊടുക്കൂ എന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് ഓടുമ്പോ ഹിഷാമുബിന്റെ അടുത്തേക്ക് ഓടുമ്പോ അദ്ദേഹം പറയുന്നത് അല്ല, അപ്പുറത്തെ സഹോദരൻ എന്നെക്കാൾ ദാഹിച്ചിരിക്കുകയാ, അവന് കൊടുക്കൂ എന്ന് പറഞ്ഞ് ആ വെള്ളപ്പാത്രം മൂന്നാമത്തെ ആളെടുത്തെത്തുമ്പോഴത്തേക്ക് മൂന്നാമത്തെ ആൾ മരിച്ചുപോയി. തിരിച്ച് യുദ്ധക്കളത്തിൽ ഇങ്ങോട്ട് തന്നെ വന്നപ്പോ ഹിഷാമും മരിച്ചുപോയി. തിരിച്ചിങ്ങോട്ട് വന്നപ്പോ ഇക്രിമത്തും മരിച്ചുപോയി. ഏതു സമയത്താ ആ വെള്ളം പോലും നിഷേധിക്കുന്നത്? മരണത്തിന്റെ തൊട്ടു മുമ്പുള്ള നിമിഷങ്ങളിലും തനിക്കല്ല വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അവനവൻ ആവശ്യമുണ്ടെങ്കിലും അതിലേറെ തന്റെ സഹോദരന്റെ ആവശ്യം നിർവഹിക്കണമെന്ന ആ ഒരു താല്പര്യം അൻസാരികൾ കാണിച്ച, മഹാന്മാരായ മുഹാജിറുകൾ കാണിച്ച ആ ചരിത്രത്തിന്റെ ഭാഗമാവാൻ വലുതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചിലപ്പോഴൊക്കെ നമുക്കും പറ്റില്ലേ? ആ മാർഗത്തിൽ ഏറ്റവും ചുരുങ്ങിയത് വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെങ്കിലും പറ്റില്ലേ നമുക്ക്? ഇവിടെ പറഞ്ഞില്ലേ ഗഫൂർ ഖാസിമി മുതൽ സലാഹുദ്ദീൻ ഫൈലി ഒക്കെ ഇവിടെ പറഞ്ഞത് എന്താ? കഴിഞ്ഞുപോയ ആളുകളുടെ ആ മാതൃക. ഇവിടെ മഹാന്മാരായ സ്വഹാബത്തിനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിച്ചതിനെ പറ്റിയൊക്കെ വികാരഭരിതമായി പറഞ്ഞു. അദ്ദേഹം തന്നെ പറഞ്ഞു ആ ചരിത്രം പറയരുത്. റഹുൽ ബയാനിൽ ഇമാം ഗസാലിയുടെ ഉദ്ധരണി എടുത്തു കൊടുത്തിട്ടുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വധമടക്കമുള്ള സഹാബത്തിന്റെ ആ ചരിത്രങ്ങൾ പറയരുത് എന്ന്, യഹ്റുമു എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്കവരെ പറ്റി മഹാനായ അലി സൈനുൽ ആബിദീൻ തങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദന്മാരുടെ മുഴുവൻ നേതാവായ സൈനുൽ ആബിദീൻ തങ്ങളുടെ മുമ്പിൽ ഒരാൾ വന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹുവിനെ പറ്റി പറയാൻ തുടങ്ങി. ഉസ്മാൻ റളിയല്ലാഹുവിനെ പറ്റി പറഞ്ഞപ്പോ അമവിയ ഭരണത്തിന്റെ ആ ഒരു ഭാഗമായി സഹാബത്തിന്റെ ഇടയിലുള്ള പ്രശ്നം പറഞ്ഞ് ഒരു പക്ഷത്തെ നേർന്ന് ഭരണാധികാരികളുടെ അല്ലെങ്കിൽ മഹാന്മാരുടെയൊക്കെ പിന്തുണ തേടാൻ വന്നതാ. അദ്ദേഹം പറഞ്ഞു, നീ വല്ലദീന ലിൽ ഫുഖറാഇൽ മുഹാജിരീന എന്ന് ഖുർആൻ പറഞ്ഞ കൂട്ടത്തിൽ പെട്ടതാണോ എന്ന് ചോദിച്ചു. അല്ല, ഞാൻ മുഹാജിർ അല്ലല്ലോ. എന്നാ പിന്നെ വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന എന്ന് പറഞ്ഞ അൻസാരികളിൽപ്പെട്ട ആളാണോ നീ എന്ന് ചോദിച്ചു. അല്ല, ഞാൻ അൻസാരി അല്ലല്ലോ. എന്നാ പിന്നെ ആ രണ്ട് വിഭാഗം അല്ലെങ്കിൽ വല്ലദീന ജാഉ മിൻ ബഅദിഹിം അതിലെന്തായാലും ഈ പെട്ടിട്ടില്ല. കാരണം അവരുടെ കുറ്റാണല്ലോ നീ എൻ്റെ അടുത്ത് പറയാൻ വന്നത്. മുഹാജിറും അൻസാരിയും അല്ലെങ്കിൽ പിന്നെയുള്ള ധർമ്മം എന്താണ്? അവരുടെ ശേഷം വന്നവർ ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുകയാ. അവരോട് മനസ്സിൽ ഒരു പകയുമില്ലാതെ ഒരു വിദ്വേഷവുമില്ലാതെ സന്തോഷത്തിന്റെ മനസ്സ് സൂക്ഷിക്കുകയാണ്. സഹാബത്തിനെ സ്നേഹിക്കാൻ, അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധിയിൽ ആത്മാഭിമാനത്തോടെ അവരെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. അവരെ അള്ളാഹു അംഗീകരിച്ചിട്ടുള്ളൂ. ഒന്നിരിക്കൽ നമുക്ക് മുഹാജിറാൻ പറ്റണം, അല്ലെ അൻസാരിയാൻ പറ്റണം, അല്ല ചുരുക്കി പറഞ്ഞാൽ സഹാബിയാൻ പറ്റണം. സഹാബികൾക്ക് അവരുടെ ന്യായങ്ങളുണ്ട്, പരസ്പരം തർക്കിക്കാനും ഏറ്റുമുട്ടാനും ഒക്കെ. നമുക്കെന്താണുള്ളത്? നമ്മൾ വല്ലദീന ജാഉ മിൻ ബഅദിഹിം, അവർക്ക് ശേഷം വന്നവർ അവരെ കുറ്റം പറയേണ്ടവരല്ല, അവരെ പറ്റി ഏറ്റവും നല്ലത് പറയണം എന്ന് മാത്രമല്ല, അവരോട് മനസ്സിൽ ഒരു പകയുമില്ലാതിരിക്കാൻ റബ്ബിനോട് ദുആ ചെയ്യണം. പകയില്ലാത്ത മനസ്സുമായി സ്വർഗത്തിലേക്ക് പോകാൻ പറ്റൂ. അല്ലാഹു തആല പറഞ്ഞില്ലേ, അലാ സുറുറിൻ മുതഖാബിലിൻ വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാനൻ അലാ സുറുറിൻ മുതഖാബിലിൻ. സ്വർഗത്തിലേക്ക് കയറണമെങ്കിൽ ഹൃദയത്തിൽ നിന്ന് പകയെടുത്തു കളയണം. മുഅ്മിനീങ്ങളോട് പകവെച്ചുകൊണ്ടിരുന്നാൽ സാധിക്കില്ല. അതുകൊണ്ട് കഴിഞ്ഞുപോയ സലഫുൽ ഉമ്മ, ഈ ഉമ്മത്തിൽ കഴിഞ്ഞുപോയ മഹാന്മാരായ സ്വഹാബത്ത് താബിഈങ്ങൾ, അവരുടെ കാൽപ്പാടുകൾ പിന്തുടരുക, അവരോടൊപ്പം നിൽക്കുക, അവരോട് മനസ്സുകൊണ്ട് അവരെ സ്നേഹിക്കുക, അവരെ പറ്റി നല്ലതു മാത്രം പറയുക. അവരോട് മനസ്സിൽ വല്ലാത്ത ഒരു മഹബത്ത്, പ്രത്യേകിച്ച് മുഹാജിർ അൻസാരികളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അൻസാരികളെ സ്നേഹിക്കാൻ സാധിച്ചാൽ ഫബിഹുബ്ബി അഹബ്ബഹും, എന്നോടുള്ള സ്നേഹമാണത്. അൻസാരികളോട് ഒരാൾ ദേഷ്യപ്പെട്ടാൽ അത് എന്നോടുള്ള ദേഷ്യമാണ്. മുഹാജിറുകൾ അൻസാരികളെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദൂ അൻ. അല്ലാഹു പൊരുത്തപ്പെട്ട, അല്ലാഹു തൃപ്തിപ്പെട്ട ആ ഒരു വിഭാഗത്തിലേക്ക് നമുക്ക് കയറാൻ പറ്റണം. അതിന് മറ്റുള്ളവരോടുള്ള മാനസികമായ ഒരു സന്തോഷം എനിക്കുള്ളതിനേക്കാൾ മറ്റുള്ളവർക്ക് വേണമെന്ന്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കുമാരനാശാന്റെ ഒരു കവിത കൂടി, വെറുതെ തമാശക്ക്.
കില്ലില്ലയെ ഭ്രമരവര്യനെ നീ വരിച്ചു തല്ലെങ്കിലും ശലഭമേനിയെ മാനിയാതെ, അല്ലെങ്കിൽ നിൻമുന്നിലിഹ വട്ടമിട്ടു വല്ലാതിവൻ നിലവിളിക്കുകയില്ലിതാനും. വീണുകിടക്കുന്ന പൂവിന്റെ മുമ്പിൽ വട്ടമിട്ട് പറക്കുന്ന വണ്ടിനോട് അവസാനം ആശാൻ പറയുകയാണ്, കില്ലില്ലയെ ഭ്രമരവര്യനെ നീ വരിച്ചു പൂവേ, ഈ വണ്ടിനെ നീ വരിച്ചത് ശലഭമേനിയെ മാനിയാതെയാണ്. ഒരുപാട് ചിത്രശലഭങ്ങൾ, മനോഹരമായ ആകാരഭംഗിയുള്ള ചിത്രശലഭങ്ങളൊക്കെ വന്നപ്പോഴും എന്നങ്ക മേഘനിഹ തീറുകൊടുത്തുപോയി നെന്നന്യ കാമുകരെയൊക്കെ വിലക്കിയില്ലേ. എന്റെ ശരീരം ഞാൻ ഒരാൾക്ക് കൊടുത്തുപോയി എന്ന് പറഞ്ഞു മറ്റു കാമുകരെയൊക്കെ മടക്കിയത് കൊണ്ട് ആ സ്നേഹമാണ് ഈ വണ്ട് നിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നതെന്ന് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി പി കുഞ്ഞിരാമൻ നായരെ വൈലോപ്പിള്ളി അഭിസംബോധന ചെയ്തത് മധുമക്ഷികേന. മധുമക്ഷികെ, തേനീച്ചയെ പറ്റി അങ്ങനെ പറയാൻ കാര്യം, തേനീച്ചയെ ഖുർആനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ തേനീച്ച ഇത്രയൊക്കെ ബുദ്ധിമുട്ടി എന്തിനാ തേൻ ഉണ്ടാക്കുന്നത്? അങ്ങനെയൊക്കെ തേനീച്ച നടന്ന് എന്തിനാ തേനുണ്ടാക്കുന്നത്? തേനീച്ചയ്ക്ക് വേണ്ടിയല്ല, തേനീച്ചയ്ക്ക് വേണ്ടിയല്ല. ഈ കണ്ട പുഷ്പങ്ങളിലും ഒരുപാട് മലകളിലും നടന്ന് ഈ തേനീച്ച മധു നുകരുന്നത് അത് സ്വന്തത്തിനു വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയ. അന്യജീവനുദകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്നാണ്. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി, അതിന്റെ മാതൃക, അത് പറയാൻ എളുപ്പം, മാതൃക കാണിച്ചത് അൻസ്വാരികൾ. അവരുടെ ജീവിതം മുഹാജിറുകൾക്ക് വേണ്ടി അവരെല്ലാം കൊടുത്തപ്പോഴും, ഈ മുഹാജിറുകൾക്ക് ഫൈ മുതൽ മുഴുവൻ കൊടുത്തപ്പോ വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതം മിമ്മാ ഊതു, ഒരു പ്രയാസവും തോന്നിയില്ല. അല്ലാഹു റസൂലിന് തോന്നിപ്പോയി അവർക്ക് പ്രയാസം ഉണ്ടാവുമോ എന്ന്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചോദിച്ചത്. അവര് അത്ഭുതപ്പെടുത്തിയാ പറഞ്ഞത്, ഞങ്ങൾക്കൊന്നും വേണ്ടെന്ന് മാത്രമല്ല, അവർക്ക് ഇനിയും ഞങ്ങളുടെ മുതൽ ഓഹരിച്ചു വെച്ചു കൊടുക്കണം റസൂലെ. അത് കേട്ടപ്പോഴാ സിദ്ദീഖുൽ അക്ബർ പോലും കവിത ചൊല്ലിയ അവരെ എതിരേറ്റത്. അവരോട് പറഞ്ഞ ഉദാഹരണത്തിന്റെ കവിതകൾ ചൊല്ലിയിട്ട്, നിങ്ങൾ ഉദാഹരിച്ച് കവിത ചൊല്ലിയിട്ട് പറഞ്ഞു, നിങ്ങളെപ്പോലെ ഒരാളും ഈ ലോകത്തുണ്ടാവില്ലെന്ന് മുഹാജിറുകളെ സന്തോഷിപ്പിച്ച അൻസാരികൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരോടുള്ള സ്നേഹം നമ്മുടെയൊക്കെ മനസ്സിൽ വർദ്ധിതമാക്കി തെരുമാറാവട്ടെ. ആഖിറത്തില് മുഹാജിറുകൾ അൻസാരികളുടെ കൂടെ ദുനിയാവിലും ആഖിറത്തിലും അവരുടെ ബറക്കത്തിലും അവരുടെ റിഫ്ഖത്തിലുമായി റബ്ബ് നമ്മളെ നിലനിർത്തി ആഖിറത്തിൽ അവരോട് ഒരുമിച്ച് കൂട്ടി തെരുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.